ദൈവമേ, ഇത് കാലിയാന്നല്ലപ്പാ. ചോ, ആ രാജനോട് ഞാനിപ്പോ എന്തെന്നാ പറയാ? രാജൻ നീയാ? ഇതെന്താ ഈ സമയത്ത്? ആകെ പ്രശ്നമായി സുധേച്ചി. എന്നാ? നാളെ നേരം പുലരുമ്പോ എന്റെ പെങ്ങടെ കല്യാണം നിശ്ചയാ. എല്ലാം പറഞ്ഞുറപ്പിച്ചു വെച്ചിരുന്നതാ. പക്ഷേ അയ്യോ, നിന്റെ പെങ്ങൾ ഒളിച്ചോടിപ്പോയാ? പെങ്ങളല്ല ഓടിപ്പോയത്, പാചകക്കാരനാ. ഓ, ഒരു 30-35 പേർക്കുള്ള ഭക്ഷണം എങ്ങനെയെങ്കിലും ചേച്ചി ഒന്ന് റെഡിയാക്കി തരണം. ശരി, നോക്കട്ടെ. ആ, ഇഡ്ലി സാമ്പാർ മതിയോ? മതി ചേച്ചി, ധാരാളം മതി. പക്ഷേ 6 മണിക്ക് തന്നെ റെഡിയാക്കണം. അതെല്ലാം റെഡിയാക്കാം, ടെൻഷൻ അടിക്കണ്ടാന്ന്. നീ പോ മോനെ രായപ്പ. ദൈവമേ, ഞാൻ ആ രാജന് വാക്ക് കൊടുത്തതാന്നല്ലോ. എന്റെ മുത്തപ്പ, ഞാൻ ഇനിയിപ്പൊ എന്തെന്നാ ചെയ്യാ? എന്തൊരു കഷ്ടം അമ്മ ഇത്. എന്തിനാ എന്നെ എന്നും ഇങ്ങനെ ഉണർത്തുന്നത്? അമ്മയ്ക്കൊന്ന് മര്യാദക്ക് വിളിച്ചാ എന്താ? പിന്നെ എനക്കടെ 100 കൂട്ട പണിയുടെ കുട്ടി. ഓ, ചന്തയില് വെയിലടിക്കുന്നവരെ കടന്നിറങ്ങിക്കോളും. അയ്യോ, എന്റെ നാൻസ് ആകെ നനഞ്ഞു. ഓന്റെ ഒരു നയൻതാരം. അയ്യോ അമ്മ, തലേ അമ്മ. ചേട്ടാ മാറിക്കേ. ആ, ഇങ്ങനെ പോയാ ഇവിടുന്ന് കെട്ടും കെട്ടി പോവേണ്ടി വരുന്നത് നമ്മളായിരിക്കും. അമ്മയ്ക്കിത് എന്തിന്റെ കേടാ? ആരെങ്കിലും ആ നടുത്തളത്തില് അടുപ്പ് കൂട്ടി വിറകിട്ട് കത്തിക്കോ? അതിന്റെ പേരില് പുറത്ത് വൻ ഇഷ്യൂ നടക്കുക. എല്ലാരും കൂടി ഇപ്പൊ ഇങ്ങോട്ട് വരും. അമ്മയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല വലിയേട്ടാ. കേറ്ററിംഗിന്റെ ഓർഡർ ആണോ? അതിനുവേണ്ടി അമ്മ എന്ത് അതിക്രമവും കാണിക്കും അല്ലേ അമ്മേ? എന്നാലും ഇത് ഇത്തിരി കടന്ന കൈയായി പോയമ്മേ. അത് ഗ്യാസ് തീർന്ന കാര്യം. എന്നാ എന്നെയോ ഇവനെയോ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ അമ്മയ്ക്ക്? ഞങ്ങൾ എവിടെന്നെങ്കിലും ഒരു ഗ്യാസ് സിലിണ്ടർ ഒപ്പിച്ചോണ്ട് വരില്ലായിരുന്നോ? ഓ പിന്നെ, എടാ നേരം വിളിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഗ്യാസ് സിലിണ്ടർ തണ്ടാൻ പോവോ? അല്ല, അപ്പൊ ഈ പരപര വെളുക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് അടുപ്പ് കൂട്ടാനുള്ള വിറക് എവിടെന്ന് കിട്ടി? അമ്മയല്ലേ ആള്, ഏതെങ്കിലും മരത്തില് വലിഞ്ഞേറി വെട്ടി കാണും. IPL കഴിയാനായി. കളി കഴിഞ്ഞാ പിന്നെ തീരെ നേരം പോവില്ല. സത്യം പറഞ്ഞ എന്റെ എത്ര വിലപ്പെട്ട സമയ ഞാൻ ക്രിക്കറ്റ് കണ്ട് കളയുന്ന. ഓരെല്ലാം കളിച്ച് കളിച്ച് കോടികൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ പോലുള്ള കഴുതകൾ അത് കണ്ട് വെറുതെ സമയം കളയുന്നുണ്ട് അല്ലെ? എന്ത് പറയാനാപ്പാ, ക്രിക്കറ്റ് എന്ന് വെച്ചാ വല്ലാത്ത പ്രാന്തായിപ്പോയി എനിക്ക്. എന്താ നിർത്തിയേ? ഇന്ന് പോരട്ടെ. മനസ്സിൽ കിടന്ന് തിളയ്ക്കുന്നത് എന്തായാലും നീ അത് തുറന്നു പറഞ്ഞോ സുധാമണി? എന്തൊക്കെ കണ്ടാലാ ഈ ജീവിതം ഒന്ന് തീർന്നു കിട്ടാ? അതിന് മാത്രം എന്താപ്പണ്ടായേ? എന്റെ സൽപുത്രന്മാരെ രണ്ടാളും ഇന്ന് എന്നെ തോപ്പിച്ചു കളഞ്ഞു മാധവമ്മേ. ഇന്ന് ഹെഡ് മാസ്റ്റർ മുന്നിൽ ചത്തുപോയ അച്ഛനെ ഉയർത്തെഴുന്നേപ്പിച്ചിന് ഇളയോൻ. വലിയ സ്വപ്നങ്ങൾ കാണാൻ എന്നെ പഠിപ്പിച്ച എന്റെ ബാലുവാണെങ്കില് ഓന്റെ സ്വന്തം സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തിട്ട് വന്ന് നിൽക്കുക. നമ്മളെ ചെറിയ വീടിന് ഓന്റെ സ്വപ്നങ്ങളെ ഉൾക്കൊള്ളാനുള്ള സ്ഥലമില്ല പോലും. ഒന്നിന്റെ മുന്നില് ഞാൻ തളരലില്ല. ഓരോ ദിവസവും ഞാൻ എണീക്കുന്നത് എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള എന്തെങ്കിലും പരിഹാരമായിട്ടാ. പക്ഷെ
ജീവിതം എന്റെ പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് നെട്ടോട്ട് ഓടിക്കാൻ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യും അതൊന്ന് വയ്യ. എനിക്ക് മടുത്തു, എനിക്ക് മതിയായി, അല്ലാണ്ട് തളർന്നു പോകുന്നുണ്ട് ഞാൻ. ഇവിടെ വന്നിങ്ങനെ മനസ്സ് തുറക്കുമ്പോ ഇല്ലേ എന്റെ ഉള്ളിൽ കിടന്ന് കത്തുന്നതെല്ലാം കനലടക്കം കിട്ടുപോകും. ഒരു പ്രശ്നവുമില്ല. എന്തായാലും ദൈവം ഈടം വരെ കൊണ്ടെത്തിച്ചില്ലേ, ഉറപ്പായിട്ടും മുമ്പോട്ടുള്ള വഴിയും കാണിച്ചു തരും. അല്ല മാധവമ്മേ? ഇതേലെ തൊഴിൽപ്പ് അതെ, ഞാൻ പറയല്ലേ, എനിക്കറിയാം, ഞാൻ തെറ്റിക്കില്ല. ഒരിക്കലല്ലേ ലാലേട്ടൻ സ്റ്റൈലില്. യെസ് ശങ്കുണ്ണി. ഗണേശേട്ടാ 2 സോപ്പ് വേണമായിരുന്നു. കുളിക്കുന്നത് നനയ്ക്കുന്നത് വിളിക്കുന്നത് ഇതാ. പറ്റില്ല എഴുതിക്കോ ഗണേശേട്ടാ. പോലെ എന്നാ നിക്ക് ഒരു കാര്യം കാണിച്ചു. എന്റെ ശങ്കുണ്ണി സൂപ്പർ അല്ലേ? ഈ കെട്ടിപ്പിടുത്തവും ബഹളവും മൊത്തം സുധാമണിയുടെ നമ്പറാ. അല്ലടാ അല്ലേ? ആ പാവം ഗണേശിനെ കുപ്പിയിലിറക്കി പറ്റുകാശ് കൊടുക്കാതിരിക്കാനുള്ള പുതിയ അടവ് അവളുടെ. അതെ അതെ, എനിക്കത് അപ്പോഴേ മനസ്സിലായി. അതുകൊണ്ടല്ലേ സുധാമണി എനിക്ക് ഇഷ്ടം. ഗണേശ, ഇന്നലത്തെ ബാക്കി ഇതിൽ കൂട്ടിയിട്ടല്ലോ. അതൊന്നും സാരില്ല എന്റെ സുധാമണി. എന്റെ സ്വന്തം പെങ്ങടെ സ്ഥാനത്ത് കാണുന്ന നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും കണക്ക് ചോദിച്ചിട്ടുണ്ടോ? സ്നേഹവും ബന്ധവും വേറെ, കണക്ക് വേറെ. ആ പൈസ നിന്റെ ശങ്കുന്റെ 2 ദിവസത്തെ ടിഫിനിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടാ. അംബികയാ? ഹലോ, വൈകിട്ട് എനിക്ക് വരാൻ പറ്റില്ല. അയ്യോ കെട്ടിയുടെ തീരെ സുഖമില്ല. അങ്ങനെ പറയല്ലേ അംബിക, അങ്ങനെ പറയല്ല. ഈ അവസാന നിമിഷം ഞാൻ എന്ത് ചെയ്യാനാ? ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് വാക്ക് കൊടുത്തതായി സുധാമണി. ഞാൻ വെക്കാം. അയ്യോ ഫോൺ വെക്കല്ലേ അംബിക, അംബിക. ഹലോ ഹലോ, എന്തൊരു കഷ്ടാണ്. ഗണേശ, ഞാൻ മേടിച്ച സാധനങ്ങളെല്ലാം ശങ്കുന്റെ അടുത്ത് കൊടുത്ത് ഒന്ന് വീട്ടിലേക്ക് അയക്കണേ. കൊണ്ടുവരാ. യാമിനി മാഡത്തിന്റെ വീട് ഇതന്നെയല്ലേ? ഇതെല്ലാം വായിക്കാൻ അറിയെങ്കി പിന്നെ ഞാൻ ഈ പണിക്ക് വരുവാ. പണിക്കോ? എന്ത് പണിക്ക്? ഇന്നോട് പാർട്ടി നടക്കുന്നില്ലേ, അതിന്റെ പാചകത്തിന് വന്നതാ ഞാൻ. മാഡം, ദേ ജോലിക്കാരി വന്നിട്ടുണ്ട്. ആ പാചകക്കാരി? ജോലിക്കാരി അല്ല, പാചകക്കാരി, കുക്ക് എന്നും പറയും. 5 മണിക്ക് വരാൻ പറഞ്ഞ 5:30 മണിക്കാണോ കയറി വരുന്നത്? അംബികയ്ക്ക് സമയത്തിന് യാതൊരു വിലയില്ലേ? അയ്യോ, ഞാൻ അംബികയല്ല മാഡം, സുധാമണിയാ. ആരായാലും കൊള്ളാം, മണി ഇപ്പോഴേ. അത് പിന്നെ അംബികന്റെ ഭർത്താവില്ലേ, ഓള് രാവിലെ വീട്ടിൽ കൊഴിഞ്ഞു വീണു. ഓൾ ഓറി എടുത്തോണ്ട് ആസ്പത്രി പോയി. അടുത്ത കൂട്ടുകാരത്തിയല്ലേ, ഒന്ന് പോയി നോക്കിയിട്ടില്ലേ മോശല്ലേപ്പാ. അതുകൊണ്ട് എങ്ങനെയല്ലോ പണിയും തീർത്ത് ഞാൻ ആസ്പത്രിയിലേക്ക് ഓടി. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ഗസ്റ്റുകളൊക്കെ എന്നിട്ട് ആടെ ചെന്നപ്പോ 2 കുപ്പി രക്തം വേണം പോലും. അംബിക ആണെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയണ്ട, വായും പൊളിച്ച് ഒറ്റ നിപ്പാ. പിന്നെ ഞാനാ. ഓക്കെ ഓക്കെ, ഒറ്റ വീട് കോളനി എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട കോളനിയാ. അങ്ങനെ അടച്ചു പറയല്ലേ മമ്മി, അവിടെ താമസിക്കുന്നവരും മനുഷ്യരല്ലേ. ഓരെല്ലാം കൂടി തന്നെയാ എന്നെ ഇന്ന് ഈ കാണുന്ന ഞാനാക്കിയത്. 3 കൈക്കുഞ്ഞുങ്ങളുമായിട്ട് 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ഞാൻ പാടുപെടുന്ന കാലത്ത് ഓരാ തങ്കി എനക്കും കുഞ്ഞുങ്ങൾക്കും തണലായത്. അങ്ങനെ ഒരു സ്ഥലത്തു നിന്നുള്ള പയ്യനെ നിനക്ക് കിട്ടിയോളോ? ഞാൻ പറഞ്ഞില്ലേ മമ്മി, ഈസ് എ നൈസ് ഗായ്. ഒരു തവണ, ഒരൊറ്റ തവണ മമ്മി അവനെ ഒന്ന് മീറ്റ് ചെയ്ത് നോക്ക്. ബാലു ശരിക്കും നല്ലതാച്ചാ. സോഫ്റ്റ്, സ്വീറ്റ് ആൻഡ് വെരി സ്ട്രേറ്റ് ഫോർവേഡ്. ആയിരിക്കാം മോളെ, ഐ എം ഷുവർ. ഐ മീൻ, നിന്റെ ചോയ്സ് അല്ലേ, ഒരിക്കലും തെറ്റാൻ വഴിയില്ല. യു ആർ മൈ ഡോട്ടർ. പക്ഷേ ഈ പറയുന്ന ബാലു എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ആ കോളനിന്ന് നോ വേ. സി അപ്പു, ഒരു മനോഹരമായ ശില്പം കൊണ്ടുപോയി ഒരു ചെറ്റക്കുടിലിൽ വെച്ച ആ കുടിലിന്റെ വില ഒരിക്കലും മാറില്ല. പക്ഷെ
ആ ശില്പത്തിന്റെ മതിപ്പ് നഷ്ടപ്പെടും. ഇങ്ങനൊരു റിലേഷൻഷിപ്പിൽ എത്തിപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്ന് മമ്മി കരുതുന്നുണ്ടോ? പാലുവിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഒട്ടും ചെറുതല്ല. അവന് നല്ലൊരു ഭാവിയുണ്ട്, എ ബ്രൈറ്റ് ഫ്യൂച്ചർ. അതിലെനിക്ക് വിശ്വാസമുണ്ട്. ഒരുപക്ഷെ അവന് അങ്ങനെ ഒരു ഉയർച്ച ഉണ്ടായില്ലെങ്കിൽ ഞാനുണ്ടല്ലോ. എന്റെ പൊട്ടൻഷ്യലിൽ മമ്മിക്ക് വിശ്വാസമില്ലേ? മമ്മി, ഒരു ചാൻസ്, ഒരേ ഒരു ചാൻസ്. ബാലുവിനോട് ഞാൻ വരാൻ പറയാം. ജസ്റ്റ് ടോക്ക് ടു ഹിം പ്ലീസ്. അതോടെ ബാലുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം മാറും. അപർണ ഇസ് എ ഗ്രോൺ അപ്പ് ഗേൾ. ഇവൾക്ക് ഇവരുടേതായ ഇഷ്ടത്തെ തീരുമാനങ്ങൾ എടുക്കും. ഈ ഷർട്ട് സൂപ്പർ ആയിരിക്കും. പക്ഷേ ഈ കളറാ അപർണയുടെ ഫേവറേറ്റ്. എന്നാ പിന്നെ നീ അതന്നെ ഇട്ടാ മതി. സാരമില്ലടാ, ഇനി ഓളെ ഇഷ്ടങ്ങളായിരിക്കണം ഇന്ത്യയും ഇഷ്ടം. അതെ, ഇങ്ങനെ നിന്നാ മതിയോ? അമ്മയ്ക്ക് റെഡിയാവണ്ടേ? പിന്നെ വേണ്ടേ? സാരിയെല്ലാം ഞാൻ ഇന്നലെയെ കൊടുത്ത് തേപ്പിച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇന്റെ വില ഞാനായിട്ട് കളയാൻ പാടില്ലല്ലോ. എന്നാ അമ്മ ചെന്ന് കുളിച്ച് അതൊക്കെ എടുത്തു കൊടുക്ക. സമയം പോകുന്നു. കുറച്ച് പണിയും കൂടെ ഉണ്ടടാ. വിരുന്നുകാരെ വരുമ്പോ കൊടുക്കാനേ നല്ല മുരുമുരാ മുരിഞ്ഞ് ഉഴുന്നുവട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ കൊടുക്കാൻ ഒരു ചട്നിയും കൂടി അരച്ചു വെച്ചാ എന്റെ പണി തീർന്നു. അമ്മേ, ഇത് കൊച്ചേട്ടൻ അമ്മയുടെ തരാൻ പറഞ്ഞു. അയ്യോ, പാല് വാങ്ങിയിട്ടല്ലോ. ഈ ചെക്കൻ മറന്നു എന്നാ തോന്നുന്നു. എന്നിട്ട് ഓൺ എടുത്തു. പുറത്തുണ്ട്. എടാ, നീ ആ മൊബൈൽ എടുത്ത് ഓനെന്ന് വിളിച്ച, എന്നിട്ട് പാല് വാങ്ങിച്ചോണ്ടിരാൻ പറ. അതെ, ഫോണൊന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ല. സാഗരേട്ടൻ ക്രിക്കറ്റ് കളിക്കുക. ഓന് ക്രിക്കറ്റ് കളിക്കാൻ അങ്ങനെ നേരം. ഇന്ന് ഞാൻ ഓനെ ശരിയാക്കുന്നുണ്ട്. അയ്യോ നിക്കമ്മേ, ഇങ്ങ് വന്നേ. എന്നാ ഞാനിത് മറന്നു. ഇത് അമ്മയ്ക്ക് തരാൻ പറഞ്ഞു കൊച്ചേട്ടൻ. അതാണ് എന്റെ ചക്കര സാഗർ ഏലിയാസ് ചക്കി. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇത്തിരി മുമ്പ് പറഞ്ഞത്. ഈ പോടാ. അവനെ നോക്കിയിരുന്നാലേ നടപടിയാവില്ല. പാല് ഞാൻ വാങ്ങിട്ട് വരാം. വേണ്ട 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 വേണ്ട. ഈ ഉടുപ്പല്ലോട്ട് വെയിലത്തൊന്നും ഇറങ്ങി നടക്കണ്ട. നീ ആ ഫാനിന്റെ താഴെ തന്നെ ഇരുന്നാ മതി. ഞാൻ പോയി പാലും വാങ്ങി സാഗറിനെ കൂട്ടി വരാം. സൂപ്പർ. ഇങ്ങനെയാണോ അവിടെ അടിക്കുന്നത്? എത്ര കാലായ ബാറ്റെടുത്ത് വീശിട്ട്. ആ, ഇവരെ പരിചയപ്പെട്ടില്ലല്ലോ. ഇതെന്റെ അനിയന സാഗർ. ഹലോ അങ്കിൾ. ഹായ്. സെന്റ് തോമസ് കോളേജിൽ ബികോമിന് പഠിക്കുന്നു, സെക്കൻഡ് ഇയർ. അമ്മ, ആ, ഇത് മീനുക്കുട്ടി, ഏറ്റവും ഇളയാള്. ഒഫീഷ്യൽ നെയിം മീനാക്ഷി. 9th ഉഴുന്നുവട റെഡി. ഇത് സ്പെഷ്യൽ ഉഴുന്നുവടയാ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. പിടിക്ക്. ഞാനിത് ഉണ്ടാക്കുമ്പല്ലേ ഓന്റെ കയ്യിൽ കൊടുത്തുവിടലുണ്ട് ഓഫീസിലേക്ക്, ആഭരണമൊക്കെ കൊടുക്കാൻ വേണ്ടി. വടേന്റെ കൂടെ ഒരു ചട്നിയും പിന്നെ ഒരു പാൽപ്പായസം കൂടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതേനും നിങ്ങള് നേരത്തെ എത്തിയോണ്ട് പ്ലാൻ എല്ലാം തെറ്റിപ്പോയി.
ഉണ്ടാക്കിയ ഭക്ഷണം ഓ ഐ എം സോറി, നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം വളരെ നന്നായിരുന്നു എന്ന് എല്ലാരും പറഞ്ഞു. ഞങ്ങളാരും ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത കുറെ ഡിഷസ് വെച്ച് ഒരു ഗംഭീര ഫ്യൂഷൻ തന്നെ ഉണ്ടാക്കി കളഞ്ഞു സുധാമണി. എന്റെ ഫ്രണ്ട് പത്മ എപ്പോഴും പറയാറുണ്ട്, സുധാമണിയായിരുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെർവന്റ് എന്ന്. ഒരു കണക്കിന് അംബികയ്ക്ക് വരാൻ പറ്റാതെ പോയതും നീ തന്നെ ഐ എം സോറി നിങ്ങൾ തന്നെ ജോലിക്ക് വന്നതും എത്ര നന്നായി. വിശ്വസിക്കാൻ കൊള്ളാവുന്ന വേലക്കാരെ ഇന്നത്തെ കാലത്ത് കിട്ടാനില്ലല്ലോ. അങ്ങനെയുള്ളതുങ്ങളെ കിട്ടിയാൽ തന്നെ വൃത്തിയും വെടിപ്പും ഉണ്ടാവണമെന്നില്ല. എല്ലാം തികഞ്ഞ സുധാമണിയെ പോലൊരു വേലക്കാരിയെ. അമ്മി വേണ്ട മോളെ, സാരമില്ല. അയ്യോ, ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഐ എം സോറി. ഞാൻ മോശമായിട്ട് ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. അറിയാം, അല്ലെങ്കിൽ തന്നെ വേലക്കാരി എന്നുള്ള വാക്കിന് എന്താത്ര മോശം. ഇന്ന് വിരുന്നുകാർക്ക് വേണ്ടി ഉണ്ടാക്കാനെടുത്തേല് കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നു. നന്നായിനാ? ഉള്ളു വെന്തിട്ടില്ല. അതെയാ, എന്നാ ഒന്നുകൂടി വേവിച്ചോണ്ടരാ, അപ്പൊ ശരിയാവും. ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തെ മനസ്സ് ശരിയല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. എന്റെ ഇന്നത്തെ ദിവസം പോക്കേനു. ഇന്നത്തെ ദിവസം മാത്രോ? കുറച്ച് കൂടിപ്പോയി ഇന്ന്. എന്റെ കുട്ടികളെ ജനിച്ച കാലം മുതല് ഓരോ കണ്ണിൽ നോക്കിയാ എനിക്കറിയാം അവർക്ക് വിശക്കുന്നുണ്ടോ, ദാഹിക്കുന്നുണ്ടോ, എന്തെങ്കിലും അസുഖം ഉണ്ടോന്നല്ല. ഇന്ന് 3 എണ്ണം കൂടി വളഞ്ഞു നിന്ന് എന്നോട് പറയാ അമ്മയ്ക്കൊന്നും അറിയില്ലെന്ന്. എനക്ക് ആൾക്കാരോട് എങ്ങനെയാ പെരുമാറണ്ടേന്ന് അറിയില്ലാന്ന്. എന്റെ മക്കളെ മുന്നിൽ ഒന്നിനും കൊള്ളാത്ത ഒരാളായി പോയി മാധവമ്മ ഞാൻ. അപർണേന്റെ വീട്ടുകാരെ ഒരു കുറവുമില്ലാതെ സ്വീകരിക്കാൻ പൊലച്ചക്ക് 4 മണി മുതൽ പെടാപ്പാടുപെടുക മാധവമ്മ ഞാൻ. എന്നിട്ടും ഞാൻ കാരണം എല്ലാം നാശായി. വല്ലാണ്ട് ദേഷ്യവും സങ്കടവും തോന്നുമ്പോ മനസ്സിലുള്ളത് എന്തെങ്കിലും തുറന്നു പറയുന്നല്ലാതെ ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാനോ ദ്രോഹിക്കാനോ ഞാൻ ഒന്നും ചെയ്യില്ല. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ എന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാറുണ്ടേനു, പുരുഷോത്തമൻ സാറ്. എന്റെ ഹെഡ് മാഷേനും. സാറ് എപ്പം പറയുന്നൊരു കാര്യമുണ്ട്, വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ചുപയോഗിക്കണമെന്ന്. നമ്മള് വാവിട്ട് പറയുന്ന വേണ്ടാത്ത വാക്കുകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്ന സാറ് പറഞ്ഞത് തന്നെയാ സത്യത്തിൽ നിന്ന് സംഭവിച്ചത്. എന്റെ നാവിന്റെ പേട കൊണ്ട് എന്റെ ബാലമോനെ കിട്ടേണ്ടിരുന്ന ഒരു നല്ല ജീവിതം ഇല്ലാണ്ടായി. നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു പിഴവ് പറ്റിയ കണ്ണടച്ച് തുറക്കും മുമ്പ് നീ ഒരു പരിഹാരം കണ്ടുപിടിക്കില്ലേ? അതുപോലെ തന്നെയാ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും. എല്ലാത്തിനും പരിഹാരങ്ങളുണ്ട്. പക്ഷെ അത് നമ്മളെ തേടി വരില്ല, നമ്മളത് കണ്ടെത്തണം. ഇന്ന് ഇറങ്ങാൻ പതിവിലും ലേറ്റ് ആയല്ലോ. ഞാൻ ഇറങ്ങിയപ്പോ ക്യാബിനിൽ നോക്കിയായിരുന്നു, കണ്ടില്ല. ഞാൻ കോൺഫറൻസ് ഹാളിലായിരുന്നു. കോവളത്തെ പ്രോജക്ട് എക്സ്റ്റൻഷന്റെ ഡിസൈൻ ഫൈനലൈസേഷൻ മീറ്റിംഗ് ആയിരുന്നു. അത് ഉച്ചയ്ക്ക് കഴിഞ്ഞില്ലേ? കുറച്ച് കറക്ഷൻസ് ചെയ്യാനുണ്ടായിരുന്നു, അത് അവിടെ ഇരുന്ന് തന്നെ ചെയ്തു തീർത്തു. ഉച്ചയ്ക്ക് ക്യാൻറ്റീനിലും കണ്ടില്ല. ലഞ്ച് കഴിച്ചില്ലേ? കഴിക്കണം തോന്നിയില്ല. നിനക്കും എന്നോട് ദേഷ്യമായല്ലേ? എനിക്ക് ആരോടും ദേഷ്യമില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നുമില്ല. പക്ഷെ എല്ലാവരുടെയും തമാശയിൽപ്പെട്ട് ഇല്ലാതായത് എന്താണെന്നും അതിന്റെ നഷ്ടം ആർക്കാണെന്നും മാത്രം ഓർത്താ മതി. അമ്മയുടെ ഭാഗത്തുനിന്ന് അങ്ങനൊരു കയ്യബദ്ധം പറ്റിപ്പോയി. റിയലി സോറി. ബാലു, ഐ ഹാവ് നോ ഐഡിയ ഹൗ ടു റെക്ടിഫൈ ഇറ്റ്. മമ്മി അത്രയ്ക്ക് ഹേർട്ട് ആയിട്ടുണ്ട്. ആലോചിച്ചിട്ട് ഒരു സൊല്യൂഷനും കിട്ടുന്നില്ല എനിക്ക്. അപ്പോ നീ പറഞ്ഞു വരുന്നത്? അത് ഞാൻ പറയാതെ തന്നെ മനസ്സിലാവേണ്ടതാ.
എത്ര കഷ്ടപ്പെട്ടിട്ടാ ബാലുവിനെ ഒന്ന് കണ്ട് സംസാരിക്കാമെന്ന് ഡാഡിയും മമ്മിയും കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചേന്നറിയോ? ബാലു എന്നൊരാളെ കുറിച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ആസ് എൻ ഇൻഡിവിജ്വൽ എന്റെ പപ്പയ്ക്കും മമ്മിക്കും ബാലുവിനോട് നല്ല മതിപ്പായിരുന്നു. അതുകൊണ്ടാ അവര് നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് സമ്മതിച്ചത്. എവറിത്തിങ് ഇസ് ഗോൺ ഫോർ എ ടോസ്. എന്റെ അമ്മ ഷീസ് ലൈക്ക് ദാറ്റ്. അതിനി ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഐ എം ടോട്ടലി ടയർഡ് ആൻഡ് ഡിപ്രസ്ഡ്. അമ്മയോട് ഞാൻ 100 വട്ടം പറഞ്ഞതാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വന്ന് മിസ്സിനോട് സംസാരിക്കരുതെന്ന്. എല്ലാ കാര്യത്തിനും അമ്മയുടെ കുറെ പൊട്ട ന്യായങ്ങളുണ്ട്. എന്റെ തെറ്റല്ലേ? അല്ലാണ്ട് ഇന്റെ കയ്യിലിരിപ്പല്ല. മര്യാദക്കിരുന്ന് പഠിച്ച് ഒരു 50% മാർക്ക് വാങ്ങാൻ പറ്റാത്തോളാ എന്റെ തെറ്റ് കണ്ടുപിടിച്ച് തിരുത്താൻ വരുന്നത്. നീ അത്രക്ക് അഭിമാനമുള്ളവളാണെങ്കിൽ കുറച്ചെങ്കിലും കഷ്ടപ്പെട്ട് ടീച്ചർമാരുടെ മുന്നിൽ തലയോർത്തി നിൽക്കാൻ പറ്റുന്ന മാർക്ക് വാങ്ങണേ. എന്റെ എല്ലാം കുട്ടിക്കാലത്ത് എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്, അറിയോ എനിക്ക്. പക്ഷെ നടക്കൂല. ആഴ്ചയിൽ 3 ദിവസം എന്റെ അമ്മ എന്നെ വീട്ടുപണിക്ക് വിളിച്ചോണ്ടു. ആ അവസ്ഥയിൽ പോലും ഇന്നെ പോലെ 38-48% മാർക്ക് അല്ല വാങ്ങിനി. ശരിയാ, എനിക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി. അതിന് വേണമെങ്കിൽ അമ്മ എന്നെ പണീഷ് ചെയ്യണം, അല്ലാതെ മിസ്സിന് മെക്കിട്ട് കയറുകയല്ല വേണ്ടത്. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ഇന്റെ കാര്യത്തിൽ ഓർക്കൂ. ചെക്കൻ എണീക്കുന്നില്ലല്ലപ്പാ. ഓത്തുപോലെ കിടന്ന് ഉറങ്ങിക്കോളും. സാഗരേ, സാഗരേ, ഒരു ദിവസം പോലും തലയിൽ വെള്ളം വീഴാതെ ഇവൻ എണീക്കില്ലെന്നാണ്. എന്താ അമ്മേ? ഈ ലാലേട്ടന്റെ ഫോട്ടോ എനിക്ക് എവിടെ നട കിട്ടിയ? സത്യം പറഞ്ഞോ? അമ്മയുടെ പേഴ്സിന്ന്. എനക്ക് അന്നേരെ തോന്നി നീ എന്റെ പേഴ്സിന്ന് പൈസ അടിച്ചു മാറ്റുന്നുണ്ട് അല്ലേ? ഇന്ന് ഞാൻ കുറ്റം പറയല്ലേ അമ്മേ, ഞാൻ ആ പരിപാടിക്ക് നിർത്തിയതാ. നീ സ്ഥിരമായിട്ട് എന്റെ പേഴ്സിന്ന് പൈസ എടുക്കുന്നുണ്ട്, എല്ലാ ദിവസവും പൈസ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇത്രയും വൃത്തിയായിട്ട് എങ്ങനെയാണ് ആ ഫോട്ടോ നീ വരച്ചേ? അയ്യോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ അമ്മേ, തല്ലാതെ. സുധാകരൻ മാമൻ പാത്രങ്ങൾ കൊണ്ടുവന്ന് ഓട്ടോയ്ക്ക് കൊടുക്കാൻ ചില്ലറയില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ അമ്മയുടെ പേഴ്സിൽ നിന്ന് ഒരു 20 രൂപ എടുത്തു കൊടുത്തു. അപ്പം കണ്ടതാണ് ഈ പടം. ഞാനിത് വിശ്വസിക്കണം അല്ലേ? എന്റെ പൊന്നമ്മേ. പൊന്നമ്മയും തങ്കമ്മയല്ല ഇന്റെ അടുത്ത് വെച്ചാ മതി. ഒരു പ്രാവശ്യം കണ്ട ചിത്രം ഇത്ര കറക്റ്റ് ആയിട്ട് നീ വരക്കുന്നു അല്ലേ? അതേന്നെ. ഇപ്പൊ കാണിച്ച അമ്മ എന്താ ഈ കാണിച്ചത്? ഞാൻ കഷ്ടപ്പെട്ട് വരച്ചതാ. അത്ര കഴിവുണ്ടെങ്കിലേ നീ ഒന്നും കൂടി വരയ്ക്കും. ഞാൻ കാണട്ടെ. അല്ലാണ്ട് നീ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കൂല കേട്ടാ, മനസ്സിലായ? വരക്കടാ. ഞാൻ പോയി കാപ്പിക്കുള്ള വഴി നോക്കട്ടെ. ഇപ്പോഴേക്കും വരച്ച് തീർത്തേക്കണം. ഞാൻ എന്താ പൊട്ടത്തിയാന്നാ വിചാരം? എന്നോടാ കളി. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. നീ ഇത്രയ്ക്ക് കഴിവുള്ളവനാന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലപ്പാ. കലാവാസന ഉണ്ടാവുന്നത് സത്യമായിട്ടും ദൈവാനുഗ്രഹം പോലെ. ഒറ്റ പ്രാവശ്യം കണ്ട ചിത്രം എനിക്ക് ഇത്രക്ക് നന്നായിട്ട് വരക്കാൻ പറ്റുമെങ്കിൽ മുമ്പിലിരിക്കുന്ന ആളുടെ ചിത്രം എത്ര ഭംഗിയായിട്ട് നിനക്ക് വരക്കാൻ പറ്റൂടാ. എടാ, ഈ കുരുത്തക്കടെല്ലാം കാണിച്ചു നടക്കുന്ന സമയത്ത് എനിക്ക് 4 ചിത്രം വരച്ചൂടാ. നീ ആരുടെയാ മോൻ? കീഴല്ലമല്ലേ മോനെ ദിനേശ? ലണ്ടന്റെ ഓറിയന്റേഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം മീനു. ഇത് നിന്റെ മാർക്കിന്റെ ഫ്ലൈറ്റാ, ഒന്ന് പറഞ്ഞു നോക്ക്. 8ൽ നിന്റെ പെർസെന്റേജ് 39, 9th 48. അങ്ങനെ നോക്കുമ്പോ നീ 10th സ്കോർ ചെയ്യാൻ പോകുന്നത് 57%.
ഡോണ്ട് വറി. അങ്ങനെ കൂടി കൂടി ഒരു 5 വർഷം കഴിയുമ്പോൾ നീ 90% എത്തും. നിനക്ക് വല്ലാതെ നോവുന്നുണ്ടല്ലേ? പക്ഷേ ഇത് നീ പോസിറ്റീവായിട്ട് എടുക്കണം. എന്റെ ഡാഡി പറയുന്നത് ഉള്ളിൽ എപ്പോഴും ഒരു ഫയർ വേണമെന്നാ. കമ്മിങ് എക്സാമിലെല്ലാം നീ നല്ല മാർക്ക് വാങ്ങി ഇവർക്ക് എല്ലാവർക്കും മറുപടി കൊടുക്കണം. ശ്രമിച്ചാൽ നടക്കും. നമ്മക്ക് അച്ചാറിന്റെ ഒരു കമ്പനി തുടങ്ങിയാലോ അംബികെ? ചേച്ചിയുടെ അച്ചാറിന് ഇപ്പൊ തന്നെ നല്ല പേരാ. ഇനി കമ്പനിയും കൂടെ തുടങ്ങിയാൽ പൊളിക്കും. ഇങ്ങോട്ടല്ല, ഞാൻ അടയ്ക്കാം. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. എന്റെ പൊന്നു ചേച്ചി, അതിന് എന്റെ കയ്യിൽ ഒരു കീലവെത്ത് പോലും ഇല്ല. ഇല്ല ഇല്ല എന്ന് പറഞ്ഞ അങ്ങനെ ഇരിക്കുവേ ഉള്ളൂ. ഇറങ്ങി പുറപ്പെടണം. എന്നാലേ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മൾ എത്തൂ. അമ്മ, ഇനി അംബിക ആന്റിയെ കൂടെ ഉപദേശിച്ച് വെടക്കാക്കല്ലേ. നീ പോടാ. എന്നാ ശരി, ഞാൻ പോയി മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരട്ടെ. അയ്യോ, നേരം പോയല്ലേ. എന്നാ നീ വേഗം ചെല്ല്. ശരി. ആരാ നോക്കട ചെന്ന്? ആരാ നിങ്ങള്? വീട്ടിൽ കയറി വന്ന് അഭ്യാസം കാണിക്കുന്ന? കാണിക്കേണ്ടി വന്നാ പിന്നെ കാണിച്ചില്ല.